ജയേന്ദ്രൻ മാസ്റ്റർ, ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാണല്ലോ. അതായത് അഴിമതി ആരോപിക്കപ്പെട്ട് ജയിലിലായ നേതാവ് ജനങ്ങൾ കൂടി തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതായത് ആം ആദ്മി പാർട്ടി വലിയ തിരിച്ചടിയാണ് നേരിടുന്നത്. ചൂണ്ടിക്കാണിച്ചത് വളരെ കൃത്യമാണ്. ജനങ്ങളുടെ ബോധ നിലവാരത്തിന്റെ അളവ് പോലാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഒരു ജനതയെ നിരന്തരമായി നിങ്ങൾക്ക് അപമാനിക്കാനോ തെറ്റിദ്ധരിപ്പിക്കാനോ വഞ്ചിക്കാനോ കഴിയില്ല എന്നതിന്റെ ചൂണ്ടുപലകയാണ് ഇവിടെ. പടനായകൻ എന്താ പറയാ പടനിലങ്ങളിൽ തകർന്നു വീണിരിക്കുന്നു. ഒരു തിരിച്ചുവരവിന് ഇനി എത്രമാത്രം സാധിക്കുമെന്ന് നമുക്കറിയില്ല. കാരണം അവരുടെ മുൻനിര പോരാളികൾ ഓരോന്നായി അമ്പേറ്റ് പിടയുന്ന വാർത്തയാണ് ഇപ്പോ മാധ്യമങ്ങൾ പുറത്തു വന്ന് വിട്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, മനീഷ് സിസോദിയ തോറ്റിരിക്കുന്നു, കെജ്രിവാളും തോറ്റിരിക്കുന്നു, വിജയപ്രതീക്ഷ അതീഷിക്ക് പോലുമില്ല. ഈ സമയത്ത് നേരത്തെ ഉണ്ടായ ചില വാദഗതികൾ കൂടി നമ്മൾ പരിശോധിക്കണം. ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ വോട്ടുകളായിരുന്നു AAPയുടെ മൂലധനം എന്ന് പറയുന്നത്. അത് തിരിച്ചു കോൺഗ്രസിലേക്ക് പോകുന്നില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിന്റെ മുൻനിര പോരാളികൾ പോലും അതിദയനീയമായി 3-ാം സ്ഥാനത്താണ്. ഡൽഹി PCCയുടെ അധ്യക്ഷനായാലും ഷീലാ ദീക്ഷിതിന്റെ മകൻ സന്ദീപ് ദീക്ഷിത് ആയാലും അവരൊക്കെ അതിദയനീയമായിട്ട് 3-ാം സ്ഥാനത്താണ്. അവരെ 3-ാം സ്ഥാനത്തേക്ക് നോട്ടയോട് മത്സരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമായ ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. താൽക്കാലികമായി ഉണ്ടാകുന്ന ചില സൗജന്യങ്ങളിൽ ജനങ്ങളെ മതിമറപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിലും ശാശ്വതമായ ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് നിങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ താൽക്കാലികമായ നേട്ടങ്ങളൊന്നും നിലനിർത്താൻ സാധിക്കില്ല. ലഭ്യമായ വിവരങ്ങൾ വെച്ച് പറയാൻ സാധിക്കുന്നത് 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി കൊടുക്കുമ്പോൾ ഡൽഹിയിലെ വ്യാപാരികളിൽ നിന്നും വൻതോതിലുള്ള വർധനവാണ് വൈദ്യുതി നിരക്കിൽ ഉണ്ടായിരുന്നത്. സൗജന്യം കിട്ടുന്നവരുടെ വോട്ടുകൾ കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, അതിന് പകരമായിട്ട് നമ്മൾ ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്ത് ഒന്നും ആരും സൗജന്യമായി നൽകുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും സൗജന്യമായി നൽകുന്നുവെങ്കിൽ മറ്റേതെങ്കിലും തലങ്ങളിൽ നിന്നും ആ സൗജന്യത്തിന് തുല്യമായ തുക തിരിച്ചു പിടിക്കേണ്ടി വന്നിരിക്കുന്നു. അത് രാജ്യത്ത് നടന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് പഠിക്കേണ്ടതുമാണ്. സ്വാഭാവികമായിട്ടും അർഹതപ്പെട്ടവർക്ക് ചില ഇളവുകൾ നൽകുന്നതിന് നമ്മൾ എതിർക്കുന്നില്ല. പക്ഷെ ഇളവുകൾ നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു സമൂഹത്തിലെ മുഖ്യധാരയിൽപ്പെട്ട വ്യവസായികൾ, മറ്റുള്ള ആളുകൾ, ഇവരുടെയൊക്കെ വരുമാനത്തിന് പോലും തടസ്സമുണ്ടാക്കുന്ന തരത്തില് പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനുള്ള കൗണ്ടർ ആക്ഷൻ വളരെ വലുതായിരിക്കും. ആ കൗണ്ടർ റിയാക്ഷൻ ആണ് യഥാർത്ഥത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും നമ്മൾ ആലോചിക്കേണ്ടത്, ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ അധികാരത്തിന്റെ ശീതള ഛായയിലായിരുന്നു ആം ആദ്മി പാർട്ടി. ഒരിക്കൽ പോലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള കൈപ്പേറിയ അനുഭവങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നില്ല. സേനാപതി വേണു ചൂണ്ടിക്കാണിച്ചതുപോലെ കോൺഗ്രസും ഏതാണ്ട് ഇതേ അവസ്ഥയിലായിരുന്നു കുറെ കാലത്തോളം. അധികാരത്തിന്റെ ജനിച്ചു വീണ ഉടൻ തന്നെ അധികാരത്തിന്റെ ശീതളിമയിലും അതിന്റെ തണലിലുമായിരുന്നു ഈ രണ്ട് പ്രസ്ഥാനങ്ങളും വളർന്നിരുന്നത്. ഒരു കാൽ പിഴച്ച് വീണപ്പോൾ തിരിച്ചു വരാൻ വേണ്ടി കോൺഗ്രസ് അനുഭവിക്കുന്നത്. അദ്ദേഹം സേനാപതി വേണു ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. 1980 BJP ഉണ്ടായപ്പോൾ ആരുടെയും തണലിലല്ല BJP വളർന്നത്. പോരാടി ജനങ്ങൾക്കൊപ്പം നിന്ന്, പോരാട്ട വീര്യമറിഞ്ഞ് ജനങ്ങളുടെ വേദനയിലും കണ്ണീരിലും അവർക്കൊപ്പം നിന്ന് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ അനുഭവങ്ങളിലൂടെയുമാണ് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് രൂപപ്പെട്ടിരിക്കുന്ന ഈ മൂശയിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, ഓരോ തെരഞ്ഞെടുപ്പും BJPയുടെ ആശയങ്ങളെ പരിശോധിക്കാനുള്ള ഉരകല്ലുകളായി കാണുകയാണ് ഞങ്ങൾ. ഓരോ തെരഞ്ഞെടുപ്പുകളിലുള്ള പാഠങ്ങളെയാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഇവിടെ സങ്കടപ്പെടുത്തുന്നത്, ഒരു പാഠവും കോൺഗ്രസ് പഠിക്കുന്നില്ല എന്നുള്ളതല്ലേ. നോക്കൂ, AAP തോറ്റപ്പോൾ അവർക്ക് 10% വോട്ടുകൾ ഇടിവുണ്ടായപ്പോൾ 2-2.5% മാത്രമാണ് AAPയിൽ നിന്നും കോൺഗ്രസിലേക്ക് വോട്ട് ഷെയർ വർദ്ധിക്കുന്നത്. അവരുടെ പല മുൻനിര പോരാളികളും 3-ാം സ്ഥാനത്തെത്തുമ്പോൾ BJPക്ക് അപ്രാപ്യമെന്ന് തോന്നിയിരുന്ന ന്യൂനപക്ഷ, സിഖ്, ദളിത് മേഖലകളിൽ ആ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് അവർ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിജയം നമ്മളെ കൂടുതൽ വിനയാന്വിതരാക്കുകയാണ്. ഞങ്ങൾ ഈ വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുന്നില്ല. പക്ഷെ ഈ വിജയം നമ്മളെ വലിയ തോതിൽ കൂടുതൽ കർത്തവ്യബോധമുള്ളവരും ഉത്തരവാദിത്വ ബോധമുള്ളവരുമാക്കി മാറ്റുന്നു. ജനം തലയിലേൽപ്പിച്ചിരിക്കുന്ന വലിയ വിശ്വാസത്തെ സ്വാഭാവികമായിട്ടും തിരിച്ചവർക്ക് നൽകേണ്ടതുണ്ട്. അവരുടെ വേദനയിലും പ്രയാസത്തിലും ജീവിത പ്രശ്നങ്ങളിലും അവർക്കൊപ്പം നിൽക്കേണ്ടതുണ്ട്. മദ്യ അഴിമതിയിലൂടെ കോടികൾ വീർപ്പിച്ച് തന്റെ വീടും പെരുമ്പിങ്ങളും കാറും സുഖതോലുവരയിൽ മടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന സാധാരണക്കാരനൊപ്പം നിൽക്കുന്നവൻ, ചൂലെടുത്ത് വൃത്തിയാക്കിയവന് അതേ ചൂലെടുത്ത്
പുറങ്കാല് കൊണ്ട് തട്ടിപ്പുറത്താക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡൽഹിയിൽ ഏറെ പ്രവർത്തനങ്ങൾ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. ഇത്തരം തെരഞ്ഞെടുപ്പ് തോൽവികൾക്ക് ഇന്നലെ വരെ പറയുന്ന ന്യായവാദങ്ങൾ പലരും പറയുന്നില്ല എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നു. EVM മെഷീനെ കുറ്റം പറഞ്ഞവർ ഇപ്പൊ ഒരുപക്ഷെ വോട്ടിലെ ചില കണക്കുകളെ കുറിച്ച് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, അതുമായി നിയമ നടപടിയിലേക്ക് പോകാമല്ലോ ആം ആദ്മി പാർട്ടിക്ക്. ഒരു പക്ഷേ ന്യൂഡൽഹി മണ്ഡലത്തിൽ ഇതാണ് വിഷയമെങ്കിൽ എന്താണ് സിസോദിയുടെ മണ്ഡലത്തിൽ സംഭവിച്ചത്? എന്താണ് അതിഷിയുടെ മണ്ഡലത്തിൽ സംഭവിച്ചത്? എന്താണ് ആം ആദ്മി പാർട്ടി ജയിച്ച 68 മണ്ഡലങ്ങളിൽ നിന്നും 62 മണ്ഡലങ്ങൾ ഉണ്ടായിട്ടും അവരുടെ അവസ്ഥ ഇന്ന് 20 സംതിങ്ങിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള മണ്ഡലങ്ങളിലൊക്കെ സംഭവിച്ചത് എന്താണ്? ആ മണ്ഡലങ്ങളിലെ ജനങ്ങൾക്കുള്ള അനുഭവമാണ് അവർ കഴിഞ്ഞ 10-15 വർഷക്കാലം അനുഭവിച്ചത്. താൽക്കാലികമായി ഉണ്ടായ ചില പ്രവർത്തനങ്ങളിൽ ചില വിഭാഗത്തെ നമുക്ക് ഒട്ടിച്ചു നിർത്താൻ സാധിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഇന്ന് അവർ അനുഭവിക്കുന്നു, അവർ ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്നു. സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്ന് പറയുന്നത് ചില ഫ്രീബികൾ നൽകുന്നതല്ല. ഫ്രീബികൾ നൽകുന്നതിനെ പൂർണ്ണമായിട്ട് ഞാൻ വിയോജിക്കുന്നില്ല. BJP ഒരുപക്ഷെ നൽകുന്നുണ്ടാവും. പക്ഷെ അത് നൽകണമെങ്കിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽപ്പെട്ട മുൻനിരയിൽ നിന്നുള്ള ആളുകൾക്ക് അവർക്ക് കൂടി തൃപ്തികരമായ രൂപത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്.